നമസ്കാരം. ഓരോ വ്യക്തിയുടെയും കൈപ്പത്തിക്കുള്ളിൽ ജന്മന രൂപപ്പെടുന്ന രേഖകളാണ് കൈരേഖകൾ. ഇവ ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. കൂടാതെ ഭാവി ഒരിക്കലും നിശ്ചയിക്കുവാൻ സാധിക്കുന്നതല്ല. നാം ഇപ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാൽ ഭാവി വ്യത്യാസപ്പെടുന്നതാണ്. അതിനാൽ ഈ രേഖകൾക്ക് മാറ്റം സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഈ രേഖകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവവും ഇപ്പോൾ നാം പോകുന്ന ദിശയിൽ വന്നു ചേരുന്ന ഭാവിയെക്കുറിച്ചും മനസ്സിലാക്കാവുന്നതാണ്. കൈകളിൽ പ്രധാന രേഖകൾ ഉണ്ടാകുന്നതാണ്. അവ വലുതോ ചെറുതോ ആകാവുന്നതാണ്. എന്നാൽ ഓരോ രേഖയും ഓരോ വിവരങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ഹസ്തരേഖാശാസ്ത്രം പറയുന്നത്. ഹസ്തരേഖാശാസ്ത്രത്തിൽ പ്രധാനമായും ഹൃദയരേഖ, ആയുർരേഖ, വിധി നിർണയരേഖ, മറ്റ് രേഖകളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ സൂചന മാത്രമാകുന്നു. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നാം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. കൈകളിലെ രേഖകൾ ഭാവിയിൽ നമ്മുടെ പരിശ്രമത്തിലൂടെ വന്നു ചേരുന്ന നല്ല കാലത്തിന്റെ ശുഭ സൂചന നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും നല്ല കാലം അനുഭവിക്കുവാൻ ഭാഗ്യം ചെയ്ത വ്യക്തികളുടെ ഹസ്തരേഖാശാസ്ത്രത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. വിസ്തീർണമായ പെരുവിരലിനും ആയുർരേഖയ്ക്കും ഇടയിലായി വളരെയധികം വിസ്താരമുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം വ്യക്തികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കുറവാകുന്നതാണ്. അവരുടെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി അവർക്കാവശ്യമായ പണം യഥാസമയം ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിനാൽ സാമ്പത്തിക തടസ്സം ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല എന്ന് തന്നെ പറയാം. അതിനാൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നവരാണിവർ. ലംബമായ വരകൾ പെരുവിരലിനും ആയുർരേഖയ്ക്കും ഇടയിൽ വിസ്തീർണം കൂടുതൽ ഉണ്ടാവുകയും കൂടാതെ ഇവിടെ ലംബമായ വര അഥവാ വെർട്ടിക്കൽ ലൈൻസ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ ധനം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണിത്. എന്നാൽ തന്റെ ചിലവുകൾക്ക് ശേഷം ധനം മിച്ചം വരികയും അത് ഭാവിയിൽ ഉപയോഗിക്കുവാൻ സഹായകം ആവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഹൊറിസോണ്ടൽ വരകൾ അഥവാ സമാന്തര വരകൾ ഇവിടെ കാണപ്പെടുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിലും അതേപോലെ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന്റെ സൂചനയാണിത്. എന്നാൽ ഇവിടെ വല പോലെ കാണപ്പെടുന്നത് ധനപരമായി ഭാഗ്യമുള്ള വ്യക്തിയുടെ സൂചനയാണ്. രണ്ട് കൈകൾ. ഇരു കൈകളിലെ രേഖകൾ ഏകദേശം ഒരേപോലെ ആകുന്നത് ശുഭ സൂചനയാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചിലരുടെ അഭിപ്രായത്താൽ അധികം വ്യത്യാസമില്ലാത്ത ഇത്തരം രേഖകൾ ഇരു കൈകളിൽ ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ പിതാവിന്റെ പോലെ ആകുവാൻ സാധ്യത ഏറെയാണ് എന്നും വിശ്വസിക്കുന്നു. സാധാരണയായി ഇടത്തെ കൈ സ്ത്രീകളുടെയും വലത്തെ കൈ പുരുഷന്മാരുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നവയാകുന്നു. ആയുർരേഖ സാധാരണയായി ഒരു വ്യക്തിയുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ആയുർരേഖയിൽ താഴെയായി മീൻ പോലുള്ള ചിഹ്നം കാണപ്പെടുന്നത് തങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ ഉയർച്ചയും വിജയവും നേടുന്നവരുടെ സൂചനയാകുന്നു. താഴെയായി മാത്രം ആയുർരേഖയിൽ കാണപ്പെടുന്ന ഈ ചിഹ്നം ജീവിതത്തിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടും സ്വപ്രയത്നത്താൽ മാത്രം ജീവിതത്തിൽ വിജയവും സമ്പത്തും നേടുന്നവരെ സൂചിപ്പിക്കുന്നു. എന്നാൽ മീൻ പോലുള്ള ചിഹ്നം കുറച്ച് ഉയർന്നതായി ആയുർരേഖയിൽ കാണപ്പെടുന്നത് മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് ജീവിതത്തിൽ ഉയർച്ച നേടുന്നവരുടെ സൂചനയാകുന്നു. ത്രികോണാകൃതി. ആയുർരേഖയ്ക്ക് മുകളിലായും ശിരോരേഖയ്ക്ക് ഇടയിലുമായി ത്രികോണാകൃതിയിൽ രേഖകൾ കാണപ്പെടുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വ്യക്തികൾ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നവർ ആകുന്നു.
ഇവർ തങ്ങളുടെ ലക്ഷ്യപ്രാപ്തി നേടുന്നവരും കൂടാതെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ധനപരമായി വളരെ നല്ല സ്ഥിതി നേടുന്നവരുമാകുന്നു. അതിനാൽ ഇത്തരത്തിൽ ത്രികോണ ആകൃതി കൈവെള്ളയിൽ തെളിയുന്നവർ ഭാഗ്യശാലികളാകുന്നു. നിറം കൈവെള്ള എന്ന് പൊതുവെ പറയും എങ്കിലും പിങ്ക് നിറത്തിലുള്ള കൈവെള്ളയാണ് ഉത്തമമായ നിറം. അല്ലെങ്കിൽ ചെറിയ ചുവപ്പ് നിറത്തിലുള്ള കൈവെള്ളയും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ആവുകയും ചെയ്യുന്നു. അതിനാൽ ധനപരമായ സുരക്ഷയും കൂടാതെ ലക്ഷ്യപ്രാപ്തി എളുപ്പത്തിൽ നേടുന്നവരുമാണിവർ. അതിനാൽ ഹസ്തരേഖാ ശാസ്ത്ര പ്രകാരം ഇത്തരം കൈ ഉള്ളവർ ഭാഗ്യം ചെയ്തവരാകുന്നു. വിരലുകളിൽ 2 വരകൾ കാണുന്നതാണ്. ഇത് വിരലുകളെ 3ആയി വിഭജിക്കുന്നു. താഴത്തെ ഭാഗത്ത് വെർട്ടിക്കൽ ലൈൻസ് കൂടുതലായി കാണപ്പെട്ടാൽ ഇത് സാമ്പത്തിക നേട്ടത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വരകളിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നത് അത്ര ശുഭകരമല്ല. നന്നായി കഷ്ടപ്പെട്ടാൽ നല്ല സാമ്പത്തിക സ്ഥിതി നേടാം എന്നതിന്റെ സൂചനയാണിത്. വിരലുകളുടെ മധ്യഭാഗത്ത് ഇങ്ങനെ കാണപ്പെടുന്നത് എളുപ്പത്തിൽ ധനം നേടുന്നവർക്കാണ്. വ്യാഴമണ്ഡലം ചൂണ്ടുവിരലിന് താഴെയായി കാണപ്പെടുന്ന ഭാഗത്തെ വ്യാഴമണ്ഡലമായി പറയുന്നു. ഇത്തരത്തിലുള്ള ഭാഗം കൂടുതലായി കാണപ്പെടുന്നത് വളരെ ഭാഗ്യമുള്ള വ്യക്തികളുടെ ലക്ഷണമാണ്. ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് നല്ല ഫലം ലഭിക്കുന്നവരുമാകുന്നു. അതിനാൽ ഒരു വ്യക്തിയുടെ ഈ മണ്ഡലം വച്ച് അവരുടെ ഭാവിയിലെ ഉയർച്ചയെ മനസ്സിലാക്കാവുന്നതാണ്. അതിനാൽ ഇവിടെ വിസ്തീർണം കൂടുതലാകുന്നത് ഭാഗ്യമായി കരുതാം. ക്രോസ് ചിഹ്നം ശിരോരേഖയുടെയും ഹൃദയരേഖയുടെയും ഇടയിലായി ക്രോസ് ചിഹ്നം കാണപ്പെടുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വ്യക്തികൾക്ക് 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഇവർക്ക് സാമ്പത്തിക ഉയർച്ച ഈ വയസ്സിന് ശേഷം കാണാവുന്നതാണ്. എന്നാൽ ഈ ചിഹ്നം ശിരോരേഖയോട് ചേർന്ന് കാണപ്പെടുന്നത് 35 വയസ്സിന് മുൻപായി ജീവിതത്തിൽ വിജയം നേടുന്നതിന്റെ സൂചനയാണ്. ഇത്തരത്തിൽ എല്ലാ സൂചനകളും തങ്ങളുടെ കൈകളിൽ കാണപ്പെടുന്നത് വളരെ ഭാഗ്യമുള്ള വ്യക്തികളുടെ സൂചനയാകുന്നു. പരമശിവന്റെ അനുഗ്രഹമുള്ള വ്യക്തികളുടെയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള വ്യക്തികളുടെയും കൈകളിൽ കാണുന്ന രേഖകളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.